അപ്പൊ നമ്മൾ എവിടെ വെച്ചാ കഥ നിർത്തിയത്? നമ്മളുടെ ദേവകിക്കുട്ടി 8ാമതും ഗർഭിണിയായി. എന്നിട്ട് എന്ത് സംഭവിച്ചു എന്നറിയണ്ടേ? നമുക്ക് നോക്കാം. അങ്ങനെ ഒരു രാത്രി ദേവകി 8ാമത്തെ കുഞ്ഞിനെയും പ്രസവിച്ചു. ആ രാത്രി ഭയങ്കര മഴയും ഇടിയും മിന്നലും ഒക്കെ ആയിരുന്നു. കൂരാകുരി ഇരുട്ട്. നമ്മളുടെ ചന്ദ്രനെയും കാണാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോഴാണ് വസുദേവർ ഒരു കാര്യം ശ്രദ്ധിച്ചത്. തങ്ങളുടെ അറയിലെ കാവൽക്കാർ നല്ല ഉറക്കത്തിലായിരുന്നു. പൂട്ടുകളും എങ്ങനെയോ തുറന്നു കിടക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അവരൊരു ശബ്ദം കേട്ടു. ദൈവീകമായൊരു ശബ്ദം. ആ ദിവ്യ ശബ്ദം വസുദേവനോട് പറഞ്ഞു, വേഗം തൻ്റെ 8ാമത്തെ പുത്രനെ ഒരു കുട്ടയിലെടുത്ത് മുന്നിൽ കാണുന്ന ആ നദിയിലേക്ക് നടക്കൂ എന്ന്. വസുദേവർ ഒന്നും നോക്കിയില്ല. പെട്ടെന്ന് തന്നെ തൻ്റെ മകനെ ഒരു കുട്ടയിലാക്കി നദിയുടെ നേർക്ക് നടക്കാൻ തുടങ്ങി. യമുനാ നദിയിലെത്തിയപ്പോൾ മഴ കാരണം അത് വെള്ളത്തിലടിയിലായിരിക്കുന്നത് വസുദേവൻ കണ്ടു. പക്ഷേ തൻ്റെ മകന്റെ ജീവൻ എന്ത് വില കൊടുത്തും രക്ഷിക്കണം എന്നായിരുന്നു അദ്ദേഹത്തിന്. അതിനാൽ സ്വന്തം ജീവൻ പോലും ഭയപ്പെടാതെ വസുദേവൻ നദിയുടെ കുറുകെ നടക്കാൻ തുടങ്ങി. ഓരോ ചുവട് വയ്ക്കുമ്പോഴും വെള്ളം കുറഞ്ഞു. ഭഗവാൻ വിഷ്ണുവിന്റെ സർപ്പമായ ആദിശേഷൻ തന്റെ പത്തി വിടർത്തി കുഞ്ഞിനെ മഴയിൽ നിന്നും രക്ഷിച്ചു. എന്താ അല്ലേ, ഒരു സർപ്പം ഒരു കുടയായി ഒരു കുഞ്ഞിനെ രക്ഷിക്കുന്നു. അങ്ങനെ നടന്ന് നടന്ന് വസുദേവർ ഗോകുലത്തിലെ തന്റെ സുഹൃത്തായ നന്ദന്റെ വീട്ടിലെത്തി. അവിടെ നന്ദന്റെ ഭാര്യ യശോദ ഒരു സുന്ദരി കുട്ടിയെ പ്രസവിച്ചിരിക്കുന്നതായി വസുദേവൻ കണ്ടു. യശോദ അറിയാതെ പതുക്കെ ആ കുഞ്ഞിനെ എടുത്ത് തൻ്റെ മകനെ അവളുടെ സ്ഥാനത്ത് കിടത്തി. എന്നിട്ട് ആ പെൺകുഞ്ഞിനെയും കൊണ്ട് വസുദേവർ വേഗം ജയിലിലേക്ക് മടങ്ങി. ഇതൊന്നും നമ്മുടെ യശോദ അറിയുന്നില്ലായിരുന്നു കേട്ടോ. ദേവകിയുടെ 8ാമത്തെ മകനാണ് പ്രവചനത്തിൽ കംസനെ കൊല്ലുമെന്ന് പറഞ്ഞിരുന്നത്. 8ാമത്തെ കുട്ടി പെൺകുഞ്ഞാണെന്നറിഞ്ഞാൽ കംസൻ ഉപദ്രവിക്കില്ല എന്ന് ദേവകിയും വസുദേവനും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ദുഷ്ടനായ കംസൻ പെൺകുഞ്ഞാണെന്നോ ആൺകുഞ്ഞാണോ എന്നൊന്നും നോക്കിയില്ല. കുഞ്ഞിനെ അവരുടെ കൈകളിൽ നിന്ന് തട്ടിയെടുത്ത് എപ്പോഴത്തെയും പോലെ ഒരു ചുമരിലേക്ക് എറിഞ്ഞു. അത്ഭുതം എന്ന് പറയട്ടെ, ആ കുഞ്ഞ് ദുർഗാദേവിയായി മാറി. ദേവകിയുടെ 8ാമത്തെ മകൻ ജീവിച്ചിരിപ്പുണ്ടെന്നും ഉടൻ തന്നെ തന്നെ തേടി വരുമെന്നും കംസനെ അറിയിക്കുകയും ചെയ്തു. അത് കേട്ടപ്പോൾ കംസന്റെ മുഖം ഒന്ന് കാണായിരുന്നു. ആ 8ാമത്തെ മകൻ ആരാണെന്നല്ലേ? അത് വേറെ ആരുമല്ല, എല്ലാവരുടെയും കണ്ണിലുണ്ണിയായ കള്ളകൃഷ്ണനായിരുന്നു.